Hi, you. Welcome to Wings to Win Education. ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്ലാസ്സസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 1. ഓക്കെ, ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മളുടെ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം ഈ കഴിഞ്ഞ 8-10 പ്രിലിംസിൽ നിന്നും എടുത്തു നോക്കുമ്പോൾ ഒരു 40 മാർക്സിന് മേലെ വന്നിട്ടുള്ളൊരു പോർഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതില് ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഉണ്ട്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ദെൻ ഇതിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും വരുന്ന കറന്റ് അഫയേഴ്സ്, ഇതെല്ലാം കൂടിയിട്ടാണ് 5 മാർക്കിന് നമുക്ക് PSC സിലബസ് തന്നിട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ്. ഈ കഴിഞ്ഞിട്ടുള്ള 8-10 പ്രിലിംസിന്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ അമെൻമെന്റ്സ് ആണ്. ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ അമെൻമെന്റ്സിൽ നിന്നും പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും അതോടൊപ്പം റിട്ടും. ഫണ്ടമെന്റൽ റൈറ്റും റിട്ടും അടങ്ങുന്ന പോർഷനിൽ നിന്നും 7ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദെൻ DPSP, പ്രിയാമ്പിൾ, എമർജൻസി, കൺകറന്റ് ലിസ്റ്റ്, പഞ്ചായത്തി രാജ്. ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡിയെ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചാണ്. നമ്മൾ എല്ലാ സിലബസ് പ്രകാരം എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് തരും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരിക്കലും ഒറ്റ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആവില്ല. ഞാൻ എല്ലാ പോയിന്റ്സും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാണ്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കൂ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് MN റോയിയാണ്. 1934 MN റോയ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. MN റോയ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ ആയിട്ടാണ് MN റോയിയെ കണക്കാക്കപ്പെടുന്നത്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി എന്ത് ചെയ്യപ്പെടുന്നു? 1935 ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഒഫീഷ്യലി 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നത്. ദെൻ 1938 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യപ്പെട്ടു? അഡൽറ്റ് ഫ്രാഞ്ചൈസിയുടെ ബേസിൽ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ജവഹർലാൽ നെഹ്റു 1938 ഡിമാൻഡ് ചെയ്തു. ദെൻ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ടൊരു ഓഗസ്റ്റ് ഓഫർ 1940 പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതെന്ത് ചെയ്യപ്പെടുന്നില്ല, അത് പ്രാബല്യത്തിൽ വരുന്നില്ല. പിന്നീട് 1942 സ്റ്റഫോർഡ് ക്രിപ്സ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ക്യാബിനറ്റിന്റെ ഒരു മെമ്പറാണ്. ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള വാദം ക്രിപ്സ് മുന്നോട്ട് വെക്കുന്നു. പക്ഷെ ഈ ആശയത്തെ മുസ്ലിം ലീഗ് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിൽ ഇന്ത്യക്ക് ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസി പോരാ, 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലീസ് അടങ്ങുന്ന 2 ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ആയിട്ട്, 2 ഓട്ടോണമസ് രാജ്യങ്ങളായിട്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും വിഭജിക്കണം എന്നതായിരുന്നു ആരുടെ വാദം? മുസ്ലിം ലീഗിന്റെ വാദം. അതുകൊണ്ട് തന്നെ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ ആശയവും ആര് നിരാകരിക്കുന്നു? മുസ്ലിം ലീഗ് നിരാകരിക്കുന്നു. അവര് 2 ഭരണഘടനാ സഭയോട് കൂടിയിട്ട് 2 സ്വയം ഭരണ രാജ്യങ്ങൾ നിലവിൽ വരണമെന്നതാണ് അവര് വാദിച്ചിരുന്നത്. ദെൻ 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യപ്പെടുന്നു? ഇന്ത്യ സന്ദർശിക്കുന്നു. ലോർഡ് വേവലായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി. ക്യാബിനറ്റ് മിഷൻ
ഇന്ത്യ സന്ദർശിക്കുന്ന വർഷം ഏതാണ്? 1946 മാർച്ച് 24-നാണ്. 1946 മാർച്ച് 24-ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? എസ് ലോർഡ് വേവൽ ആയിരുന്നു. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1946 മാർച്ച് 24-ന് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷനിൽ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ആ 3 മെമ്പേഴ്സ്. പത്വിക് ലോറൻസ് ഉണ്ട്, സ്റ്റഫേർഡ് ക്രിപ്സ് ഉണ്ട്, AV അലക്സാണ്ടർ ഉണ്ട്. ഇവർ 3 പേരും അടങ്ങുന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ടോട്ടൽ 389 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ആ 389 അംഗങ്ങളിൽ 296 പേരും എന്തായിരിക്കണം? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നായിരിക്കണം. ഇന്ത്യയിൽ നിന്നാവണം 296 പേരും. അതില് 292 പേര് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണർ പ്രൊവിൻസസിൽ നിന്നും ആയിരിക്കണം എന്നതുമായിരുന്നു നിബന്ധന. ദെൻ ബാക്കി വരുന്ന 93 പേര് നാട്ടുപ്രദേശങ്ങളിൽ നിന്നും ആയിരിക്കണം, നാട്ടുപ്രവിശ്യകളിൽ നിന്നും ആയിരിക്കണം എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരം ഉള്ള നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗത്വം. ഇനി എല്ലാ പ്രവിശ്യകളിലേക്കായാലും നാട്ടുരാജ്യങ്ങളിലേക്കായാലും റെപ്രസെന്റേറ്റീവ്സ് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചാണ് സീറ്റുകൾ അലോട്ട് ചെയ്തിരുന്നത്. പോപ്പുലേഷൻ കൂടുന്തോറും സീറ്റുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 1 മില്യൺ പോപ്പുലേഷന് 1 സീറ്റ്, 1 മില്യൺ പോപ്പുലേഷന് 1 സീറ്റ് എന്നതായിരുന്നു അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ലി എലക്റ്റഡ് ആണ്, പകുതി എലക്റ്റഡും ആണ്, തെരഞ്ഞെടുക്കപ്പെട്ടതുമാണ്, പക്ഷെ പാർട്ട്ലി നോമിനേറ്റഡ് ബോഡിയോ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിലെ മെമ്പേഴ്സിന് ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. എല്ലാ ജനങ്ങളും പോയി വോട്ട് ചെയ്തിട്ടല്ല അംഗങ്ങളെ തീരുമാനിക്കുന്നത്, മറിച്ച് അതൊരു ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. നാട്ടുരാജ്യങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവർ മാത്രം നേതാക്കൾ ചേർന്നിട്ടാണ് നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. ഓക്കെ, എലക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നടന്നത് ഓഗസ്റ്റിലും ജൂലൈയിലും ആയിട്ടാണ്. 1946 ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പില് 208 സീറ്റ് കിട്ടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി. ബാക്കിയുള്ള ചെറിയ പാർട്ടികൾ ചേർന്നിട്ട് 15 സീറ്റുമാണ് അന്ന് കരസ്ഥമാക്കിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മഹാത്മാഗാന്ധി ഒഴികെയുള്ള ബാക്കി വരുന്ന മെജോറിറ്റി നേതാക്കളും ഏതിൽ അംഗമായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നില്ല എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഭരണഘടന നിർമ്മാണ സഭയെ വെച്ച് നോക്കുമ്പോൾ 1946 ഡിസംബർ 9-നാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അത് ഡൽഹിയിൽ വെച്ചാണ് ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗ് 1946 ഡിസംബർ 9-ന് നടക്കുന്നത്. മുസ്ലിം ലീഗ് എന്ത് ചെയ്യപ്പെട്ടു? ഈ ഒരു മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്തു. അവരത് നിരാകരിച്ചു, അവരതിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മെമ്പേഴ്സിന് ഈ അസംബ്ലിയിൽ പങ്കെടുത്തുള്ളൂ. ആകെ 207 മെമ്പേഴ്സ് മാത്രമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. ആ മീറ്റിങ്ങിനെ അഡ്രസ് ചെയ്തത് അന്ന് JB കൃപലാനി ആയിരുന്നു. ആ മീറ്റിംഗിലാണ് 1946 ഡിസംബർ 9-ന് ചേർന്ന മീറ്റിംഗിലാണ് ടെമ്പററി ചെയർമാനായിട്ട്, ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, 1946 ഡിസംബർ 9. ഇനി 1946 ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരം ചെയർമാനായിട്ട് നിയോഗിച്ചത്. അതും എന്ത് ചെയ്യപ്പെട്ടു? മുസ്ലിം ലീഗ് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു. ദെൻ 1947 ജനുവരി 25-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ് വേണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ട് C. മുഖർജിയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ്
ചെയ്യുന്നത്. ഏത് മാസം? 1947 ജനുവരി 25-ന്. ദെൻ 1947 ജൂലൈ 16-ന് എന്തും കൂടെ അംഗീകരിക്കുന്നു? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക്, ഇത്രത്തോളം അംഗങ്ങളുള്ള ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ് പോരാ, രണ്ടാമത്തെ വൈസ് പ്രസിഡന്റും കൂടെ വേണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 1947 ജൂലൈ 16-ന് VT കൃഷ്ണമാചാര്യ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ടും നിയോഗിക്കുന്നു. ഓക്കെ. ദെൻ ഇമ്പോർട്ടന്റ് ഡേറ്റ് ഒന്നും കൂടെ ഓർത്തിരുന്നോളൂ. 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13-നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് എന്നാണ്? 1946 ഡിസംബർ 13-നാണ്. ആരാണത് അവതരിപ്പിക്കുന്നത്? എസ് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അതിന്റെ കോർ എന്ന് പറയുന്നത്, ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞു വെക്കുന്നത്, ഇതിലെ എല്ലാ അധികാരവും എല്ലാ സോവറൈനിറ്റിയും ആരിൽ നിക്ഷിപ്തമാണ്? ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ 1946 ഡിസംബർ 13-ന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22-ന് ആരംഗീകരിക്കുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്നു. ഇനി 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരം ഇന്ത്യ എന്ത് ചെയ്യപ്പെടുന്നു? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. മുസ്ലിം ലീഗ് ഈ ഒരു നിയമനിർമ്മാണ സഭയിൽ നിന്നും വിഡ്രൂ ചെയ്യുന്നു. കാരണം അവരുടെ ആവശ്യം അംഗീകരിച്ചു. ഇന്ത്യയിൽ ചേർന്നവർ മാത്രം ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ജോയിൻ ചെയ്താൽ മതി എന്നുള്ള വാദത്തോട് കൂടിയിട്ട് മുസ്ലിം ലീഗ് ഇങ്ങോട്ട് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോയിട്ട് ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ അംഗത്വം നിയമനിർമ്മാണ സഭയിൽ നിന്നും കുറഞ്ഞിട്ട് ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നത് 299 ആയിട്ട് മാറുന്നു. അതിൽ 229 പേരും ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 70 പേര് മാത്രമായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിന്റെ എണ്ണത്തെ, അസംബ്ലിയുടെ അംഗത്വത്തെ വീണ്ടും വിഭജിക്കാണ് ചെയ്യുന്നത്. അല്ലെ, 389-ൽ നിന്നും 299 വരുന്നു. അതിന് കാരണം മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് നേഷൻസ് ആയിട്ട് വിഭജിക്കുന്നു. മുസ്ലിം ലീഗ് ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യപ്പെടുന്നു. മുസ്ലിം ലീഗ് പാകിസ്ഥാനോടൊപ്പം ചേരുന്നു. അങ്ങനെ 299 അംഗങ്ങളായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ മാറുന്നു. ഓക്കെ. ഇനി 1947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ആധിപത്യ സഭയായി കൂടി മാറുന്നു. അതായത് ജനാധിപത്യ സഭയായിട്ടും കൂടെ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടും കൂടെ ആര് സമ്മേളിക്കുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ മാറുന്നു 1947 നവംബർ 17-ന്. അതിന്റെ സ്പീക്കറായിട്ട് GV മാവ്ലങ്കറിനെയാണ് അംഗീകരിക്കുന്നത്. അതായത് നിയമനിർമ്മാണ സഭ കൂടിയായിട്ട്, ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ കൂടിയായിട്ട് എന്ന് സമ്മേളിക്കുന്നു? 1947 നവംബർ 17-ന് സമ്മേളിക്കുന്നു. അത് മുതൽ അങ്ങോട്ട് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് നിയമ നിർമ്മാണ സഭയായിട്ടും കൂടെ ഭരണഘടനാ അസംബ്ലി പിന്നീട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തെ സ്പീക്കർ ആരായിരുന്നു? GV മാവ്ലങ്കർ ആയിരുന്നു. ഓക്കെ. അങ്ങനെ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ ഭരണഘടനാ നിർമ്മാണ സഭ രണ്ട് ഫങ്ഷൻസ് നിർവഹിച്ചു, രണ്ട് ധർമ്മങ്ങൾ നിർവഹിച്ചു. ഒന്ന് കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡി ആയിട്ടും പ്രവർത്തിച്ചു, മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും പ്രവർത്തിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനായത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രണ്ട് ധർമ്മം നിർവഹിച്ചു. ഒന്ന് കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡി ആയിട്ട് പ്രവർത്തിച്ചു, മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിച്ചു. കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനായിട്ട് മാറിയിരുന്നത് GV മാവ്ലങ്കർ ആയിരുന്നു. ഓർത്തിരിക്കുക, സ്പീക്കർ GV മാവ്ലങ്കർ. ഓക്കെ. ഇങ്ങനെ 1949 നവംബർ 26 വരെ ഭരണഘടന നിർമ്മിച്ചു കഴിയുന്നത് വരെ ഭരണഘടനാ നിർമ്മാണ സഭ രണ്ട് ധർമ്മങ്ങൾ നിർവഹിച്ചു. ഏതൊക്കെയായിരുന്നു? ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡി ആയിട്ടും പ്രവർത്തിച്ചിരുന്നു. ടിൽ 1949 നവംബർ 26, 1949 നവംബർ 26 വരെ. ഓക്കെ. 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ
ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്? 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ സെഷൻ നടക്കുന്നത്. ഈ അവസാനത്തെ മീറ്റിംഗിൽ വെച്ചിട്ടാണ് 1950 ജനുവരി 24 നടന്ന അവസാനത്തെ മീറ്റിംഗിൽ വെച്ചിട്ടാണ് നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും, ദേശീയ ഗാനവും ദേശീയ ഗീതവും ഇന്ത്യ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. മാത്രമല്ല, ആ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ്, ഫൈനൽ സെഷനിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യ തെരഞ്ഞെടുക്കുന്നു. ഓക്കെ. 1950 ജനുവരി 24-നാണ് ഭരണഘടനയില് സഭാംഗങ്ങളൊക്കെ ഒപ്പുവെക്കുന്നത്. എത്ര സഭാംഗങ്ങൾ ഒപ്പുവെച്ചു? 284 സഭാംഗങ്ങൾ. ബാക്കി 299 അംഗങ്ങളുള്ളതിൽ 284 അംഗങ്ങൾ 1950 ജനുവരി 24-ന് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നു. ബാക്കി അംഗങ്ങൾ അന്ന് ലീവായിരുന്നു. ഓക്കെ. 2 വർഷത്തിനുള്ളിൽ തന്നെ 11 പ്രാവശ്യം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചിട്ടുണ്ട്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു. തയ്യാറാക്കുന്നതിനായി ആകെ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസുമായിട്ട് ടോട്ടൽ 22 കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. 60 രാജ്യങ്ങളുടെ ഭരണഘടനയെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ 60 രാജ്യങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് പഠിച്ചു. അതിൽ 10 രാജ്യങ്ങളുടെ ആശയങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? 10 രാജ്യങ്ങളുടെ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വന്ന ആകെ ചെലവ് എത്രയാണ്? 64 ലക്ഷം രൂപയാണ്. 1950 ജനുവരി 24-ന് അങ്ങനെ ഭരണഘടന നിലവിൽ വരുന്നു. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 26-ന് ഭരണഘടനാ ദിനമെന്നും ദേശീയ നിയമ ദിനമെന്നൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പോർഷൻ കംപ്ലീറ്റഡ് അല്ല. നെക്സ്റ്റ് വരുന്ന സെഷനിൽ, 2ാമത്തെ സെഷനിൽ നിന്ന് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കംപ്ലീറ്റഡ് ആവത്തുള്ളൂ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ കമ്മിറ്റീസും കാര്യങ്ങളും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ടുള്ള കുറച്ച് ബാക്കി ഫാക്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ ലേണിംഗ്.